മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ സഫ്രഗൻ മെത്രാപ്പോലീത്ത ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ തിരുമേനി, ഈ 114ാമത് സ്റ്റുഡൻസ് കോൺഫറൻസിൻ്റെ പ്രസിഡൻ്റായി പ്രവർത്തിക്കുന്ന ഡോക്ടർ ഐസക് മാർ ഫിലിക്സിനോസ് തിരുമേനി, ഈ സെഷൻ മോഡറേറ്റ് ചെയ്യുന്ന തോമസ് മാർ തിമത്തിയോസ് തിരുമേനി, ഇന്ന് ഈ സെഷനിൽ സാന്നിധ്യം കൊണ്ടും ചർച്ചകൾ കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടും നമ്മളെ അനുഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട സ്തേഫാനോസ് തിരുമേനി, പ്രിയപ്പെട്ട അപ്രേം തിരുമേനി, ഗുരുഭൂതരായ അച്ഛന്മാരെ, സീനിയർ ക്ലർജി, ലീഡേഴ്സ് ഓഫ് ദ കോൺഫറൻസ്, കർത്താവിൽ പ്രിയപ്പെട്ട സ്നേഹിതരെ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഞാൻ അറിയിക്കട്ടെ. I consider this as a great honor and privilege to be with you in the 114th session of Marthoma Students' Conference, a body that gifted, a platform that served as an incubator, that provided vibrant leadership and relevant, significant voices to the church. Yesterday, in the inaugural ceremony, we heard that the youth of the church is not merely the future, rather, you are the present of the church, and the present is the greatest present of our Lord. ഈ സമ്മാനം, ഈ സദസ്സാണ് ദൈവത്തിൻ്റെ സമ്മാനം. ഈ സമ്മാനത്തിൽ ദൈവത്തിൻ്റെ നിക്ഷേപമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സ്നേഹിതരെ, ഈ സെഷനിൽ സംബന്ധിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയോടുകൂടെ, എന്നാൽ അല്പം കേൾക്കുന്നതിനും പഠിക്കുന്നതിനും സംസാരിക്കുന്നതിനും ഇടപെടുന്നതിനും ഒക്കെ നമുക്ക് നമ്മളെ തന്നെ ഒരുക്കുന്നതിനുള്ള അവസരമാണ്. കണക്ട് ചെയ്യുമോ? അത് എന്നെ ഈ നിയോഗം പരമേൽപ്പിച്ചത് ഈ കോൺഫറൻസിൻ്റെ പേട്രൺ ആരാധ്യനായ ഐസക് മാർ ഫിലിക്സിനോസ് തിരുമേനിയാണ്. തിരുമേനി എന്നെ ഈ ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചപ്പോൾ എനിക്ക് തിരുമേനിയോട് പറയാൻ മറ്റൊരു വാക്കില്ല. ഞാൻ എൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത് ചെന്നൈ ബാംഗ്ലൂർ ഡയസിസിൽ അഭിമൻ തിരുമേനിയുടെ കൂടെയാണ്. അതുകൊണ്ട് ഒരു വിളിപ്പുറത്ത് നിൽക്കുന്ന ഒരു ബന്ധം ഉള്ളതുകൊണ്ട് തിരുമേനി വിളിക്കുന്ന സമയം ഞാൻ വളരെ ഭീതി നിറഞ്ഞ സമയങ്ങളിലൂടെ പോകുന്ന ഒരു കാലഘട്ടമാണ്. എൻ്റെ പഠനത്തിൻ്റെ കൾമിനേഷൻ, അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജ്, അതിൻ്റെ ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ ട്രാൻസ്ഫറായി വരുന്നതിൻ്റെ ആവശ്യങ്ങളുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് തിരുമേനി ഈ ഉത്തരവാദിത്വം ഏൽപ്പിച്ചപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ പ്രയാസമുണ്ട് തിരുമേനി എന്ന് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും എനിക്ക് വാക്കുകൾ കിട്ടിയില്ല. ആത്മാർത്ഥമായി പറയുകയാണ്. തിരുമേനി ഒരു വാക്ക് പറയുമ്പോൾ അതിൻ്റെ അപ്പുറം മറ്റൊന്നുമില്ല. പ്രാർത്ഥിച്ച് ഞാൻ ആ നിയോഗം ഏറ്റെടുത്തു. പരിമിതികളുടെ നടുവിലാണ് ഞാൻ നിൽക്കുന്നത്. എന്നാൽ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, not the substance in you, but the divine providence of God. നിന്നിൽ എന്തുണ്ട് എന്നുള്ളതിനേക്കാൾ ഉപരിയായി നിന്നെ ദൈവം എങ്ങനെ ഉപയോഗിക്കും, എന്തിനുപയോഗിക്കും, അതിൽ മാത്രം ശ്രദ്ധിക്കുക. അതുകൊണ്ട് ആ ഒരു വലിയ നിയോഗം ഏറ്റെടുത്ത് എന്നെ തന്നെ ഈ ശുശ്രൂഷയ്ക്കായി ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഈ പ്രഭാത ശുശ്രൂഷകളിൽ ഒക്കെ സംബന്ധിക്കുമ്പോൾ നിങ്ങൾ നല്ല നല്ല എനർജറ്റിക്കാണ്, വളരെ വൈബ്രൻ്റാണ്. ഞാൻ കാണുന്നു നിങ്ങളുടെ ആ എന്തൂസിയാസം, ദ സ്മൈൽ, ദ ജോയ്, ദ എക്സ്യൂബറൻറ്റ് എൻഗേജ്മെൻറ്റ് യു ആർ throwing to the floor is really amazing. And I pray that you continue in that smile.
You continue to dance. You continue to feast upon the Word of God. You find delight in the Word of God. 2 സെഷനുകളാണ് ഈ കോൺഫറൻസ് അഭിമന്യ തിരുമേനി എന്നെ പരമേൽപ്പിച്ചത്. ഗ്രൗണ്ടഡ്, equipped and networked in Christ. Colossians chapter 2 verse 6 and 7. ഈ ഒരു തീമിനെ ബേസ് ചെയ്ത് 2 സെഷൻസ് നിങ്ങളുമായി പങ്കുവയ്ക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. The first session will be focused on the formation in Christ. ക്രിസ്തുവിലുള്ള നമ്മുടെ രൂപീകരണം, the training, the schooling, the continuous learning and formation in Christ. And in the second session, we are focusing on how this formation can be translated or transformed to a concrete identity in and through Christ. ക്രിസ്തുവിൽ ലഭിച്ച ഈ ഒരു രൂപീകരണം, അടിസ്ഥാന ശിലകൾ, ഈ രൂപീകരണങ്ങളെ വളരെ ബോധ്യപൂർവമായ, കൃത്യമായ, ധൈര്യപൂർവമായ ഒരു സ്വത്വബോധം, ആ വാക്ക് നിങ്ങൾക്ക് പരിചിതമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻ ഐഡൻറ്റിറ്റി കോൺഷ്യസ്നെസ്, ഒരു സ്വത്വബോധം നമ്മുടെ ഉള്ളിൽ നൽകണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എങ്ങനെയാണ് നമ്മൾ ഈ സെഷൻസ് എൻഗേജ് ചെയ്യുന്നത്? ഞാൻ നോക്കുമ്പോൾ ഈ സിംഗിങ് സെഷൻ കഴിഞ്ഞപ്പോൾ തന്നെ ഇപ്പോൾ ഒരു 3 പേര് ഇപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞു. 3 പേരെ ഉറങ്ങിയുള്ളൂ. അത് വലിയ സാക്ഷ്യമാണ് കേട്ടോ. എന്നാൽ നിങ്ങൾ ഉറങ്ങരുത്. കാരണം ഈ സെഷൻ പൂർത്തീകരിക്കുന്നത് നിങ്ങളാണ്. ഐ എം ലുക്കിംഗ് ഓൺ യു. ഐ എം ലുക്കിംഗ് അറ്റ് യുവർ ഫേസ് ആൻഡ് ഐ എം കീൻ ടു ഹിയർ യുവർ റിഫ്ലക്ഷൻസ്. നിങ്ങളെയാണ് ഞാൻ നോക്കുന്നത്. നിങ്ങളുടെ സ്പന്ദനങ്ങൾ, നിങ്ങളുടെ ശബ്ദങ്ങൾ, നിങ്ങളുടെ ചിന്തകൾ കേൾക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നിങ്ങളും കൂടെ ചേർന്നിട്ടാണ് ഈ ടോക്ക് മുമ്പോട്ട് പോകുന്നത് എന്നുള്ളത് സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ. സോ യു ഹാവ് ടു സ്റ്റെപ്പ് ഇൻ ആൻഡ് ഫിൽ ഇൻ ദ കോൺഫറൻസ്. അത് നമ്മളുടെ സെഷനിലാണ്. എന്നാൽ ഈ സെഷൻ കഴിഞ്ഞിട്ട് ബഹുമാനപ്പെട്ട അച്ഛന്മാർ, ഈ ഓർഗനൈസിങ് ടീം നമുക്ക് 14 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. Again, the discussions is continuing, not merely on the basis of the main talk. You can include the insights you gain from the Bible study sessions you had in the conference, and even the discussions you're having in the even the private casual conversation you had probably in the dormitory yesterday night. You can bring in, or you can draw any insights or wisdom you have gained in the engagement of your church. Everything is permissible. The only idea is to make this session profound, meaningful and contributing to the church. Hope you are agreeing with me. Are you with me? Are you with me? Are you with me? I need a loudness. Thank you so much. Now, the tools we are going to use. മനഃപൂർവ്വമായി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ ഉറക്കുന്ന താരാട്ട് പാട്ടുകൾ പാടരുത് എന്ന്. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള വാക്കുകൾ പറഞ്ഞ് കുറച്ച് ജാടകളൊക്കെ കാണിച്ച് നിങ്ങളെ ഉറക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. തീർച്ചയായിട്ടും വേദപുസ്തകത്തിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കണം. എന്നാൽ ആ പഠിക്കുന്നത് the primary tool is through stories. Gen Z likes stories. Gen Z is a story-laden community because they are born in the cradle of storytelling practice. Bible is a storytelling book. And Jesus is the most
celebrated storyteller we see in the world. And we engage with the theme through the tool of stories. Probably little more specific life stories, living stories. ഒരു പക്ഷെങ്കിൽ എന്നെ ദൈവം അങ്ങനെ ഗൈഡ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ തന്നെ ജീവിത അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഈ സെഷൻ മുമ്പോട്ട് പോകാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ഡിസ്ക്ലെയിമർ പറഞ്ഞാരംഭിക്കട്ടെ. ഈ ഡിസ്ക്ലെയിമർ പറയുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്തോട്ട് വരാം എന്ന് ഞാൻ ആഗ്രഹിക്കും. അതിനെ കുറച്ചുകൂടെ ഒരു ഇൻറ്റിമസി നമുക്ക് ഉണ്ടാകും എന്ന് ചിന്തിക്കുന്നു. ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ എങ്ങനെയാണ്, ഹൗ ഡു യു പെർസീവ് Gen Z as a category, as a categorical term? എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തെ അടയാളപ്പെടുത്തുന്ന ഈ Gen Z എന്ന പദത്തെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? How do you see Gen Z as a category? We need to learn, you need to unearth that category. Then only we can live in that reality. Isn't it? അല്ലേ? ഈ Gen Z മനുഷ്യ ജീവിതങ്ങളെ വ്യത്യസ്തമായ കണ്ണുകളിലൂടെ നമുക്ക് കാണാം. We can learn and understand human being through different lens. We can see through theological lens, sociological lens, economic lens, demographic lens. Gen Z as a category offers a lens to see and understand the world and human being through generational lens. Through generational lens. തലമുറകളുടെ വീക്ഷണകോണുകളിലൂടെ, തലമുറ എന്ന ഫ്രെയിമിലൂടെ ലോകത്തെയും മനുഷ്യനെയും പഠിക്കുന്ന ഒരു പഠന ശാഖ അല്ലെങ്കിൽ ഒരു കാറ്റഗറി എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ഈ ഒരു കാറ്റഗറി, അതായത് എനിക്ക് തോന്നുന്നത് the most interested community behind this categorization may be social scientists, because they want to know how people in different ages behave and live, isn't it? വ്യത്യസ്തമായ കാലഘട്ടത്തിൽ മനുഷ്യർ എങ്ങനെ ജീവിക്കുന്നു, എങ്ങനെ കാലഘട്ടത്തോട് പ്രതികരിക്കുന്നു എന്ന് പഠിക്കുന്നതിന് അവർക്ക് താല്പര്യം കാണും. Probably demographers. And most specifically, the interested community behind this categorization may be the market, business, media spectrum. വാണിജ്യം. കാരണം behind this categorization, the market research proves that Gen Z is a powerful generational community which has high potential and which has high purchasing power. ഇന്ന് ജീവിക്കുന്ന കാലഘട്ടത്തിൽ തലമുറകളിൽ ഏറ്റവും കൂടുതൽ എക്കണോമിക് സെക്യൂരിറ്റി, ഗ്രോത്ത്, അതുപോലെ തന്നെ ബിസിനസ് മേഖലകളുമായി ഒത്തിരി എൻഗേജ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി Gen Z കമ്മ്യൂണിറ്റി ആണ് എന്ന് അറിയുന്നത് കൊണ്ട് തന്നെ in order to grab profit, ലാഭങ്ങൾ കൊയ്തെടുക്കുന്നതിന് വേണ്ടി ഈ ഒരു കാറ്റഗറിയെ ബ്രാൻഡ് ചെയ്യുന്നു എന്നുള്ള ഒരു പഠനങ്ങൾ കൂടെ നടക്കുക. So there is a branding, there is an intentional branding, a market hidden agenda behind this branding. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ഈ ഒരു കാറ്റഗറി എങ്ങനെ കാണുന്നു? How do you perceive yourself, people who belong to Gen Z? And how do you define that category? Any voices from you? നിങ്ങൾക്ക് എന്തും പറയാം കേട്ടോ, എന്തും. യു ആർ ഫ്രീ ടു ടോക്ക് എനി എക്സ്പ്രഷൻസ്, മേക്ക് എനി എക്സ്പ്രഷൻസ്, എന്തും പറയാം.
റൈസ് യുവർ ഹാൻഡ്സ്. ആരെങ്കിലും ഒരു മൈക്കോട് വല്ലതും ഒന്ന് കൊടുത്ത് വോളണ്ടിയേഴ്സ്. Let your voice come out. Let's make this session more engaging and dialogical. Yeah. പറഞ്ഞു, പ്ലീസ് പറഞ്ഞു. ജസ്റ്റ് പേരൊന്ന് പറഞ്ഞിട്ട് ഏത് പള്ളിയാണ് പറഞ്ഞു. ഇരുന്ന് പറയാം, നിന്ന് പറയാം, ഉറങ്ങിക്കൊണ്ട് പറയാം. ജെൻസി റിബല്യസ്. താങ്ക് യു ഫോർ ബീങ് ഓണസ്റ്റ്. മോൻ്റെ പേരെന്തുവാ? ബെനറ്റ്. ഐ സല്യൂട്ട് യു. സല്യൂട്ട്. നോ മാസ്ക്. ഒരു കപട മുഖമൂടിയില്ല. കൃത്യമായി പറഞ്ഞു. റിബല്യസ്. എനി അതർ വോയിസസ്? ജീവൻ. ജീവന്റെ ശബ്ദം കേൾക്കാം. ജീവന്റെ ശബ്ദം. ജീവന് ശബ്ദമുണ്ട്. പറ. ജീവന്റെ ശബ്ദം. ജീവന്റെ മന്നയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞു. സത്യമേ പറയാവൂ. പുറകെ എന്നുള്ള അഡ്വൈസ്. സത്യമേ പറയാവൂ. സത്യസന്ധത. ഓണസ്റ്റ്. താങ്ക് യു ഫോർ ബീങ് ഓണസ്റ്റ്. സത്യസന്ധത. ഓക്കെ. എനി അതർ വോയിസസ്? മോളെ പറഞ്ഞു. പേരെന്ന് പറഞ്ഞ? കരുണ. കരുണയുള്ള വാക്കുകൾ പോരട്ടെ. സീക്കേഴ്സ് ആൻഡ് ഫൈൻഡേഴ്സ്. അന്വേഷണ ത്വരത. അന്വേഷണ ത്വരത. The urge, the hunger and the thirst to know and learn more. Seekers and finders. ഇന്ന് നമ്മൾ, when we bring in an intergenerational discourse in this category, we can see that there is a caricature in this categorization. There is an intentional branding. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു തേപ്പുണ്ട്, അങ്ങ് തേക്കുകയാണ്, പോസ്റ്റർ ആക്കുകയാണ്. ജെൻസി ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ജെൻസിക്ക് വേദപുസ്തകവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ജെൻസി പള്ളിയിൽ വരുന്നില്ല. ജെൻസി പള്ളിയിൽ വരുമ്പോൾ എൻഗേജ് ചെയ്യുന്നില്ല. ഇത് സത്യമാണോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ? അതായത് ജെൻസി കോണ്ടെക്സ്റ്റിൽ ഒരു പക്ഷെങ്കിൽ ഇത് റെലവൻ്റ് അല്ലായിരിക്കും. പക്ഷെ വിതിൻ ദ ഇന്റർ ജനറേഷണൽ ഡിസ്കോഴ്സ് വെദർ ദീസ് വോയിസസ് ആർ റിയാലിറ്റി. നിങ്ങളൊന്ന് പറയാമോ? ഇങ്ങനെയുള്ള ശബ്ദം കേട്ടിട്ടുണ്ടോ? പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇരുന്ന് ഉറങ്ങുന്നു, കുടുംബ പ്രാർത്ഥനയ്ക്ക് വരുന്നില്ല. ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ഇവിടെ ഉണ്ടോ? ഉണ്ടല്ലോ അല്ലേ? പറഞ്ഞേ. എല്ലാം ജീവനാണ് സ്റ്റാർ. എന്തായാലും നിങ്ങൾക്ക് പറയാമോ? നിങ്ങൾക്കും പറയാം അങ്ങനെയുള്ള വാക്കുകൾ. നിങ്ങൾ ഹൗ ഡു യു സീ ദാറ്റ്? അങ്ങനെയുണ്ടോ? ഇന്നത്തെ കാലത്ത് ദേവാലയത്തിൽ യങ്സ്റ്റേഴ്സ് കുറയുന്നു, അവരുടെ താല്പര്യങ്ങൾ കുറയുന്നു. ഒരു പക്ഷെങ്കിൽ ചില സത്യങ്ങൾ ഉണ്ടാവാം, എന്നാൽ അത് ജനറലൈസ് ചെയ്യുമ്പോൾ അപകടങ്ങളുണ്ട്. കാരണം there are many youngsters in this community, in the age group, which stands as a pointer to all generations. എല്ലാ തലമുറകൾക്കും ഒരു മാർഗദർശിയായി, ഒരു വഴിവെളിച്ചമായി നിൽക്കുന്ന ധാരാളം ജെൻസീസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം തുറന്നു പറയട്ടെ, ആ യൗവനക്കാരൊക്കെ എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. ഒന്നുകൂടെ പറയട്ടെ, ഐ കുഡ് സീ ദം ഇൻ ദ പേജസ് ഓഫ് ദ ബൈബിൾ. വേദപുസ്തകത്തിൻ്റെ താളുകളിൽ എനിക്ക് ആ യൗവനക്കാരെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. ഈ കഴിഞ്ഞ മാസം ഞാൻ ഒരു പുതിയ പള്ളിയിൽ, എൻ്റെ ആരാധനാലയവുമായി ബന്ധപ്പെട്ട ഒരു പുതിയ സ്ഥലത്ത് ഒരു പുതിയ വർഷിപ്പ് തുടങ്ങാൻ പോകുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരനോട് കൂടെ ചേർന്ന് കാറിൽ ഒരു പുതിയ ദേവാലയം കണ്ടെത്താനായി പോവുകയാണ്. ആ സമയത്ത് അവിടുത്തെ ആ പള്ളിയിലെ അച്ഛൻ ഒരു അപ്പോയിൻമെൻറ്റ് തന്നു. ഞങ്ങൾ അതിന് മുമ്പേ ചെന്നു, അല്പസമയം കിട്ടി. ആ കാറിലിരുന്ന് ഞങ്ങൾ അല്പനേരം സംസാരിക്കും. അന്നേരം ആ കാറിലെ അദ്ദേഹം ഒരു ഊബർ, ഇത് UK കഥയാണ് കേട്ടോ, UK കഥയാണ്. അദ്ദേഹം ഒരു ഊബർ ടാക്സി
നടത്തി ഫാമിലിയെ സസ്റ്റെയിൻ ചെയ്യുന്ന ഒരു ജൻസിയാണ്. അന്നേരം ആ ഡാഷ്ബോർഡിൽ ഒരു വലിയ ഡയറി ഇരിക്കുന്നു. അന്നേരം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് ഈ ഡയറി? അദ്ദേഹം ആ ഡയറി തുറന്നപ്പോൾ ഞാൻ കണ്ടത്, ഈ സെമിനാരിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഒരു വലിയ ഫയലിൽ ബൈബിൾ നോട്ട്സ് ഇങ്ങനെ കൃത്യമായി ഓരോ ബുക്ക് വെച്ച് എഴുതി വെക്കുന്നത് പോലെ ഒരു ജൻസി, ഒരു ടാക്സി ഓടിക്കുന്ന, ഊബർ ഓടിച്ച് ജീവിക്കുന്ന ഒരു സാധാരണക്കാരനായ ഒരു ജൻസി വേദപുസ്തകത്തിലെ ഓരോ പുസ്തകങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് അത് കേൾക്കുകയും അദ്ദേഹം പറഞ്ഞു, അച്ഛൻ, ഞാൻ ഒരിടത്ത് പോയി എൻ്റെ ഒരു ഓട്ടം കഴിഞ്ഞ് അടുത്ത ഓട്ടം കിട്ടുന്ന ബ്രേക്കിൽ ഞാൻ വേദപുസ്തകം പഠിക്കുകയാണ്. ഐ ലേൺ ബൈബിൾ ബുക്ക് ബൈ ബുക്ക്, ചാപ്റ്റർ ബൈ ചാപ്റ്റർ, വേഴ്സ് ബൈ വേഴ്സ്. And I want to immerse myself in the Word of God. This is the ultimate fascination of my life. എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ ത്വരയാണ് എന്ന് പറയുകയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. കാരണം നിങ്ങൾ പറഞ്ഞ പോലുള്ള സ്റ്റീരിയോടൈപ്പിംഗ്, ജൻസിയാണ്, വലിയ സംഭവമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ നമ്മളെ വെല്ലുവിളിക്കുന്ന ജീവിത സംഭരണികളുമായി കഴിയുന്ന ചെറുപ്പക്കാർ. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു കാറ്റഗറിയുടെ പിന്നിൽ ഒരു ബ്രാൻഡിങ് ഉണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിച്ചു എന്ന് മാത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളെ, ഞാൻ അതിനോട് കൂടെ ചേർന്ന് ഇന്നലെ ഇവിടുത്തെ ഒന്ന് രണ്ട് കഥ പറയാം. ഇന്നലെ ഞാൻ ട്രെയിനിൽ വരുന്ന സമയത്ത് കുറച്ച് സുഹൃത്തുക്കൾ എൻ്റെ കൂടെ, സ്റ്റുഡൻസ് കോൺഫറൻസ് സുഹൃത്തുക്കൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അന്നേരം അതിൽ ഞാൻ ഓർക്കുന്നത് ശരിയാണെങ്കിൽ അക്സ എന്നൊരു സുഹൃത്ത് ഇവിടെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അക്സ ഉണ്ടല്ലേ? അക്സ എന്നോട് പറഞ്ഞു, അച്ഛൻ, ഇന്നലെ രാവിലെ 7 മണിക്ക് ചെന്നൈയിൽ നിന്ന് ട്രാവൽ ചെയ്ത് തൃശ്ശൂരിൽ ഞാൻ എത്തി. 9 മണിക്ക് ഞാൻ സ്റ്റുഡൻസ് കോൺഫറൻസിന് വണ്ടി കയറി. നമുക്ക് ഒരു നല്ല ക്ലാപ്പ് കൊടുക്കരുതോ? രാവിലെ 7 മണിക്ക് ചെന്നൈയിൽ നിന്നെത്തി 9 മണിക്ക് സ്റ്റുഡൻസ് കോൺഫറൻസിന് വണ്ടി കയറി ജൻസി. ഇന്നലെ വൈകിട്ട് നമ്മുടെ തീം പ്രസൻറ്റേഷൻ നടക്കുന്ന സമയത്ത് ഈ ജൻസി കമ്മ്യൂണിറ്റി കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ സംഘർഷങ്ങൾ ഓരോന്നും മാലമാലയായി അവതരിപ്പിച്ച് ക്രിസ്തുവിലൂടെ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമുണ്ട് എന്ന് പഠിപ്പിക്കുന്ന ആ അവസാനത്തെ സെഗ്മെൻ്റ് വന്നപ്പോൾ ഇവിടെ ഇരുന്ന എൻ്റെ അടുത്തിരുന്നൊരു സുഹൃത്ത് പറഞ്ഞു, എനിക്ക് ഗൂസ് ബംസ് വന്നു, എനിക്ക് രോമാഞ്ചം വന്നു, സെറ്റ് സാധനം എനിക്ക് ഗൂസ് ബംസ് വന്നു. ഞാനത് ഓവർ ഹിയർ ചെയ്ത് കേട്ടതാണ് അവിടെ ഇരുന്നൊരാൾ. അന്നേരം ഇതാണ് ഈ സഭയിലെ മക്കൾ, ഇതാണ് ഈ സഭയിലെ ജൻസി. അതുകൊണ്ട് ജൻസി ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടവരാണ്, അവർക്ക് താല്പര്യമില്ല, അവർ ഇൻഡിഫറൻ്റ് ആണ്, അവർ കൂളാണ്, കാലസാണ്, കാഷ്വലാണ് എന്നൊക്കെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്സ് വരുമ്പോൾ യു ഹാവ് ടു ബി വെരി വെരി കെയർഫുൾ. ദിസ് ഈസ് എ ബ്രാൻഡിങ് ദാറ്റ് പുട്ട്സ് യു ഡൗൺ ആൻഡ് യുവർ നറേറ്റീവ്, യുവർ റിയാലിറ്റി ഈസ് സംതിങ് എൽസ്. പ്രോബബ്ലി we will explore that in the coming sessions. നമുക്ക് മുമ്പോട്ട് പോകാം. നമുക്ക് ഈ വാക്ക് ഒന്ന് പഠിക്കാം. ഗ്രൗണ്ടഡ്, എക്വിപ്ഡ് ആൻഡ് നെറ്റ്വർക്ക്ഡ്. നിങ്ങൾ വേദപുസ്തകം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മൊബൈൽ എന്താണെങ്കിലും നിങ്ങൾ ആ ഐഡിയ ഈസ് യു ഹാവ് ടു ഫോക്കസ് ഓൺ ദാറ്റ് പാസേജ്. ബൈബിൾ Colossians chapter 2 verse 6 and 7. ഒരു നിമിഷം ഒന്ന് ശാന്തമായിട്ടൊന്ന് ധ്യാനിക്കാമോ? നിങ്ങളുടെ നോട്ട് പാഡ് ഉണ്ടെങ്കിൽ അതും ഒന്ന് എടുക്കുക. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ സംസാരിക്കാനുള്ള അവസരം. നിങ്ങൾക്ക് പരസ്യമായിട്ട് സംസാരിക്കാം, പ്രൈവറ്റായിട്ട് സംസാരിക്കാം. നിങ്ങൾക്ക് പ്രൈവറ്റായിട്ട് സംസാരിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ നോട്ട് പാഡിൽ എഴുതാം. ആ വാക്യം ഒന്ന് വായിച്ചിട്ട് എന്താണ് നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചിത്രങ്ങൾ? വാട്ട് ആർ ദ ഇമേജസ് ദാറ്റ് സ്ട്രൈക്സ് യു? നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്ന ഇമേജസ് എന്താണ്? ഒന്ന് ചിന്തിക്കാമോ? ഒന്ന് ധ്യാനിക്കാമോ?
അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം, ആ നോട്ട് പാഡിൽ എഴുതാം, വാട്ട് ആർ ദ ഇമേജസ് ദാറ്റ് ക്യാപ്റ്റിവേറ്റ്സ് യുവർ അറ്റൻഷൻ ആൻഡ് വൈ ദാറ്റ് ഇമേജ് ഈസ് സ്റ്റാൻഡിങ് ആസ് എ സ്ട്രൈക്കർ ദാറ്റ് ക്യാച്ചസ് യുവർ അറ്റൻഷൻ. നിങ്ങളുടെ ശ്രദ്ധയെ ഗ്രാബ് ചെയ്യുന്ന ആ വാക്ക് എന്തുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധ കാംക്ഷിക്കുന്നു എന്നുള്ളതും കൂടെ ഒന്ന് എഴുതാൻ ശ്രമിക്കാമോ? നമുക്ക് സംസാരിക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും പൊതുവിൽ പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ദർ ഇസ് ഓപ്പർച്യൂണിറ്റി. ഈ വേദഭാഗം നമ്മൾ പഠിക്കുമ്പോൾ 2-ാം അധ്യായം 6-7 വാക്യങ്ങൾ, ആകയാൽ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടക്കുവിൻ. അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിക്കുവിൻ. Let us pray. Gracious Lord, our loving Heavenly Father, we thank you and praise you for your presence that makes this moment very special in our life. Father, we are feeling your comforting words. Father, we are listening to the soothing word. At the same time, Father, we realize your word challenges us, calls us for a higher call. Father, as we meander through this text, help us to travel along with you and find the pearls of life which can make a transformation in life. In Jesus' matchless name we pray. Amen. ആ വേദഭാഗം നിങ്ങളോട് എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ആ വേദഭാഗം വായിക്കുമ്പോൾ അതിങ്ങനെയാണ് ആരംഭിക്കുന്നത്, ആകയാൽ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ, as you received Jesus Christ, be rooted, built up, taught and overflow, abounding. ഇവിടെ നമുക്കറിയാത്ത ഒരു പുതിയ കാര്യവുമില്ല. There is no new knowledge in it. I feel that the writer Paul makes a deliberate attempt not to make any new informations there, because the trajectory of that text is not information, rather the focus of the text is formation. നമുക്ക് കുറച്ച് അറിവുകൾ നൽകി നമ്മളെ ലോഡ് ചെയ്യുക എന്നുള്ളതിനേക്കാൾ ഉപരിയായി നമ്മളെ ഒന്ന് രൂപീകരിക്കണം എന്ന് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ടീം, നമ്മുടെ കോൺഫറൻസ് ഓർഗനൈസിംഗ് ടീം, ഹാറ്റ്സ് ഓഫ് ടു ദ ഓർഗനൈസിംഗ് കമ്മിറ്റി, ബിക്കോസ് they have driven a very lauded, theologically charged theme, at the same time a contemporary relevant theme, Gen Z as an acronym. What is the relevance of this theme? ഒരു സംഭവം, again story. എൻ്റെ ശുശ്രൂഷ, ഇത് എവിടെയാണെന്നൊന്നും പറയുന്നില്ല. എൻ്റെ ശുശ്രൂഷ മധ്യയിൽ എൻ്റെ അടുത്തുള്ള നെയ്ബറിങ് പാരിഷിലുള്ള അച്ഛൻ എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ, ഐ എം going through a kind of depression, ഒരു തരത്തിലുള്ള വിഷാദം, ഫീലിംഗ് ലൈക്ക് മെലൻകൊളിക്, ഒരു തരത്തിലുള്ള വിഷാദം, ഒരു നഷ്ടബോധം എനിക്ക് ഫീൽ ചെയ്യുകയാണ്. അച്ഛൻ അറിഞ്ഞു കാണുമല്ലോ, അൺഫോർച്ചുനേറ്റ്ലി വൺ ഓഫ് അവർ യൂത്ത്സ് decided to end his life and he has done that. എൻ്റെ ഏറ്റവും വലിയ സങ്കടം, he was very active in the church, he was regular in the church. എന്നിട്ട് അദ്ദേഹം, അച്ഛൻ കൂട്ടിച്ചേർത്തു, ഈവൻ ലാസ്റ്റ് സൺഡേ he was there for the holy. കഴിഞ്ഞ ആഴ്ച വിശുദ്ധ കുർബാന സ്വീകരിച്ച ആളാണ് അച്ഛൻ. എന്നിട്ട് അച്ഛൻ പറഞ്ഞു,
എനിക്ക് കഴിഞ്ഞയാഴ്ച കർത്താവിൻ്റെ മേശയിൽ അവൻ വന്നിരുന്നിട്ടും അവൻ കടന്നുപോയ ജീവിതഭാരം കാണാൻ എനിക്ക് പറ്റിയില്ലല്ലോ. I couldn't see the pain and agony he was carrying in his life. ഇത് വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണ് കേട്ടോ. പക്ഷെ ഇപ്പോഴും അത് എൻ്റെ പള്ളിയിലല്ല, എന്നാൽ പോലും അത് എനിക്ക് സംഭവിച്ചതുപോലെ എനിക്ക് തോന്നുകയാണ്. ഓരോ ഞായറാഴ്ച ഞാൻ മദ്ബഹായിൽ വിശുദ്ധ കുർബാനയ്ക്ക് പ്രവേശിക്കുമ്പോഴും എൻ്റെ മനസ്സിലുള്ള ഒരു വേദന, ഞാൻ ഇതുപോലെ വരുന്ന ഭാരമേറിയ കൺഫ്യൂസ്ഡ് ജംഗ്ഷനിലൊക്കെ നിൽക്കുന്ന ആരെങ്കിലും ഞാൻ മിസ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും മിസ് ചെയ്യുന്നുണ്ടായിരിക്കാം, തീർച്ചയായിട്ടും. കാരണം നമുക്ക് എല്ലാം അറിയാനുള്ള ശക്തി നമുക്കില്ലല്ലോ, നമ്മൾ പരിമിതരാണല്ലോ. എന്നാൽ ഒരു മനഃപൂർവ്വം ഒരു ഇൻറ്റൻഷണൽ ഒരു ക്യൂരിയോസിറ്റി, മുമ്പേ മോള് പറഞ്ഞ പോലെ ഒരു ക്യൂരിയോസിറ്റി ഞാൻ കാത്തു സൂക്ഷിക്കാറുണ്ട്. എന്നാൽ ഈ കോൺഫറൻസിൽ ഈ സംഭവം എവിടെയാണ് റെലവൻ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, whether there is any problem with the formative practices that we adopt in our life. നമ്മളുടെ ജീവിതത്തിൽ ക്രിസ്തുവിൽ നമ്മളെ രൂപീകരിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ശൈലികളിൽ എവിടെയെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? Why when our life shakes up in different moments at different junctures, why we are succumbing to the pressure, why we are giving up in that particular moment, why we are not able to hold the nerve in Christ during that particular time. ആ ഒരു പ്രത്യേകമായ നിമിഷത്തിൽ ക്രിസ്തുവിൽ ഒന്ന്, ഇന്നലത്തെ തീം പ്രസന്റേഷനിൽ കണ്ടതുപോലെ, ക്രിസ്തുവിൽ ഒന്ന് ഇങ്ങനെ ഒന്ന് കൈവിരിച്ച് നിൽക്കുവാൻ തക്കവണ്ണം ബലത്തോടു കൂടെ, ധൈര്യത്തോട്, നോട്ട് ബിക്കോസ് ഓഫ് ദ മസ്കുലിനിറ്റി, ജിമ്മനായിട്ടല്ല, ഉള്ളിലൊരു ശക്തി ഉള്ളത് കൊണ്ട്. There is a power, there is a refuge, there is a fortress within me. എൻ്റെ ഉള്ളിലൊരു കോട്ടയുണ്ട്. There is a shade beneath me. എൻ്റെ മുകളിൽ ഒരു റൂഫുണ്ട് എന്ന ധൈര്യം എന്നെ എന്തുകൊണ്ടാണ് ആശ്ലേഷിക്കാത്തത്? ഈ ഒരു ചോദ്യം നിങ്ങളും ചോദിക്കണം. Whether there is any problem with the formative aspects in my life. ഇതൊരു ചിന്തയാണ്. നമുക്ക് അവിടുന്ന് മുമ്പോട്ട് നീങ്ങാം. ഈ വേദഭാഗത്ത് ഞാൻ പറഞ്ഞല്ലോ, Paul is focusing on formation rather than information. There is a reason behind it. The immediate context of that particular passage is heresies. നമ്മൾ തിയോളജിക്കൽ സ്റ്റുഡൻസ് അതിനെ കൊലോഷ്യൻ ഹെറസി എന്ന് വിളിക്കും. കൊലോഷ്യൻ ഹെറസി എന്ന് പറയുന്നത് സിമ്പിളാണ്. കൊലോഷ്യയിലെ സഭ നേരിട്ട വ്യത്യസ്തമായ വേദവിപരീത പഠിപ്പിക്കലുകൾ, the wrong teachings, the wrong wisdom, the wrong schooling the church of Colossae had in their life. പൗലോസ് ഈ പള്ളിയിൽ, ഈ സഭയിൽ പോയിട്ടില്ല. റോമിലെ കാരാഗ്രഹത്തിൽ കിടന്ന് തന്നെ ഈ വിവരം അറിയിക്കുന്ന അപ്പഫ്രാസിന് ഒരു ലേഖനത്തിലൂടെ തിരിച്ച് അയച്ചു കൊടുക്കുന്ന ഒരു ലേഖനമാണ്, ഒരു എഴുത്തിലൂടെ. അന്നേരം പൗലോസ് ഈ ഒരു ലേഖനം എഴുതുമ്പോൾ, പൗലോസിൻ്റെ the overarching concern of Paul when he wrote the letter at the prison in Rome was, how can I form and reform the community who is scattered by deviant teachings and philosophies. വ്യത്യസ്തമായ ചിന്താധാരകളും പഠിപ്പിക്കലുകളും കൊണ്ട് ഇങ്ങനെ ദൂരെ മാറിപ്പോകുന്ന ആളുകളെ, വിശ്വാസികളെ എങ്ങനെ എനിക്ക് വീണ്ടെടുക്കാൻ, അവരെ എങ്ങനെ, how can I affirm them, how can I root them, how can I build them, and how can I lead them to an overflowing life. ഇതാണ് അപ്പോസ്തലനായ പൗലോസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആശയം. അവിടെ ധാരാളം കാരണം ഞാൻ അതിലേക്കൊന്നും പോയി കാരണം സമയം നമുക്ക് ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതിൽ പ്രവേശിക്കുന്നില്ല. നമ്മൾ ഈ ഒരു ആശയം എന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ടതായി കാണുന്നത്? കാരണം there is a cultural shift in this community.
നമ്മൾ ഈ ജെൻസി കാലഘട്ടത്തിൽ ജനിച്ചവരായ മക്കൾ എന്ന് നമ്മൾ പറയുമ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത, വൺ ഓഫ് ദ ഫീച്ചേഴ്സ് ഓഫ് ദിസ് ഏജ് ഈസ് ദർ ഇസ് എ കൾച്ചറൽ ഷിഫ്റ്റ് ഫ്രം ഓണ്ടോളജി ടു ഒപ്റ്റിക്സ്. ആ വാക്ക് നിങ്ങൾക്കൊരു പക്ഷെങ്കിൽ പരിചിതമല്ലായിരിക്കും. ഓണ്ടോളജി എന്ന വാക്ക് വാട്ട് എക്സിസ്റ്റ് ആൻഡ് വാട്ട് ഇറ്റ് മീൻസ് ഫോർ സംതിങ് ടു എക്സിസ്റ്റ്. എന്ത് നിലനിൽക്കുന്നു, അത് നിലനിൽക്കുന്നതിൻ്റെ പിന്നിലുള്ള അർത്ഥം എന്താണ്? ആ ഒരു തലത്തിലുള്ള ചിന്താധാരകൾ മാറിയിട്ട് ദ ഒപ്റ്റിക്സ്, അല്ലെങ്കിൽ മറ്റൊരു രീതി പറഞ്ഞ ഹൂ ആർ യു ബിക്കമിങ് എന്നുള്ള ചോദ്യം മാറിയിട്ട് ഹൗ ആർ യു അപ്പിയറിങ് എന്നുള്ള ചോദ്യത്തിലേക്ക് മാറുകയാണ്. നീ ആരായി തീരുന്നു എന്നുള്ള ആ ഒരു അന്വേഷണത്തെക്കാൾ ഉപരിയായി നീ എങ്ങനെ നിന്നെ തന്നെ ഒന്ന് കണ്ടക്ട് ചെയ്യുന്നു, നീ എങ്ങനെ ഈ മിനി സ്ക്രീനിൽ നിറഞ്ഞാടുവാൻ നീ നിന്നെ തന്നെ കോസ്റ്റ്യൂം ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതിനൊരു ഇംപ്ലിക്കേഷൻ ഉണ്ട്. ഈ ഇംപ്ലിക്കേഷൻ ഇതാണ്: ഫോർമേഷൻ ഈസ് ബീയിങ് റീപ്ലേസ്ഡ് ബൈ പ്രസൻറ്റേഷൻ.